ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് മൂന്നാർ ട്രിപ്പ് 2 ദിവസം മൂന്നാർ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ എറണാകുളത്ത് നിന്ന് വരുന്ന വഴി ഇപ്പോൾ നേര്യമംഗലം പാലം കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ പോകുന്നത് മൂന്നാർ ടൗണിലേക്കാണ്. നമ്മൾ മൂന്നാറാണ് റൂം എടുത്തിരിക്കുന്നത്. നമ്മൾ മൂന്നാറിൽ നിന്ന് ആദ്യം പോകുന്നത് കാന്തല്ലൂർ, മറയൂർ അങ്ങനെ കറങ്ങി തിരിച്ച് മൂന്നാർ തന്നെ നമ്മൾ റൂം എടുക്കും. നമ്മളങ്ങനെ മൂന്നാർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. നമ്മളവിടെ നിർത്തിയില്ല, കാരണം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മളവിടെ നിർത്തിയില്ല. നമ്മൾ നേരെ പോയി വെച്ചേക്കണത് എന്തായാലും എന്താ പറയുക, നല്ലൊരു വ്യൂ ആണല്ലോ. ഇത് മരത്തക്കാളി, എന്താ പറയുക, നല്ല അടിപൊളി റോസാപ്പൂക്കൾ, നല്ല അടിപൊളി ഫ്രഷുകൾ, ഒരുപാട് ഫ്രൂട്ട്സ്, വെറൈറ്റി തരം ഫ്രൂട്ട്സുകൾ എല്ലാം ഉണ്ട്. സാധാരണ നമ്മുടെ നാടൻ പേരയ്ക്ക, അല്ലാത്ത തരം വെറൈറ്റി തരം പേരയ്ക്ക, ഓറഞ്ച്. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ അല്ല, എന്നാലും നമുക്ക് ചെറിയ ഓറഞ്ച് ഉണ്ടായി കിടക്കുന്ന കാണാം. ഇത് മരവാഴ എന്ന് പറഞ്ഞിട്ട്, ഇതിന് കൃത്യമായിട്ട് അവർ പറഞ്ഞത് മരവാഴ എന്നാണ്. ഇത് ഇത്രയേ ഉണ്ടാവുള്ളൂ എന്ന് പറയണേ. പിന്നെ പ്രാഷൻ പൂട്ട്, അങ്ങനെ ഒരുപാട്. സ്ട്രോബെറി ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് കിട്ടില്ല. ഇത് നമ്മൾ ജ്യൂസൊക്കെ കുടിക്കില്ലേ, നല്ല ഫ്രഷ് ഫ്രൂട്ട്സുകളുണ്ട് എല്ലാം ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ആ ഫ്രൂട്ട്സ് എല്ലാം കണ്ട് അവിടെ എല്ലാം നടന്ന് നമ്മൾ കുറേ ഫ്രൂട്ട്സ് കണ്ട് വെറൈറ്റികളെല്ലാം കണ്ട് നമ്മുടെ ആദ്യത്തെ ദിവസം സ്റ്റേ ആയി അവിടെ. പിന്നെ നമ്മൾ മൂന്നാർ തിരിച്ച് റൂം എടുത്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ പോയിട്ട് നേരെ ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. നമ്മൾ നേരെ ടോപ്പ് സ്റ്റേഷനിൽ പോയി അവിടുത്തെ വ്യൂ എല്ലാം കണ്ട്. ഇവിടെയും എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ, ഒരാൾക്ക് 20 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. അവിടെ നിന്നുള്ള വ്യൂ എല്ലാം കണ്ട് നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ ഇറങ്ങി. അവിടുത്തെ എന്താ പറയുക, ഇറങ്ങിപ്പോകാൻ പറ്റുന്നവർ അത്ര ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് നല്ല വ്യൂ കിട്ടും അവിടുന്ന്, ടോപ്പ് സ്റ്റേഷൻ്റെ മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം തമിഴ്നാടിൻ്റെ കുറച്ച് പ്രദേശം നമുക്ക് അവിടെ കാണാൻ കണ്ടോ. ശരിക്കും നമുക്ക് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ആ കാണുന്നത് നമ്മുടെ തമിഴ്നാടിൻ്റെ പ്രദേശമാണ്. നമ്മൾ പിന്നെ അവിടെ എല്ലാം കാഴ്ചകളെല്ലാം കണ്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് ഇറങ്ങാണ്. അവിടെ നമ്മൾ നേരെ വന്നത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. മാട്ടുപ്പെട്ടി ഡാം മാട്ടുപ്പെട്ടി ഡാമല്ല, കുണ്ടള ഡാം. മാട്ടുപ്പെട്ടി ഡാമല്ല, കുണ്ടള ഡാം. നമ്മൾ നേരെ കുണ്ടള ഡാമിൽ വന്നു. അവിടെ ബോട്ടിങ്ങിനും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. താല്പര്യമുള്ളവർക്ക് നമുക്ക് അവിടെ ബോട്ടിങ് ചെയ്യാം. ഒരുപാട് തരം ഇതുണ്ട്, ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കൊട്ടവഞ്ചി, അങ്ങനെ ഒരുപാട് തരം ഇതെല്ലാം ഈ കുണ്ടള ഡാമിലുണ്ട് കേട്ടോ. അതെല്ലാം അവിടെ റേറ്റ് ഓരോന്നിനും ഓരോ റേറ്റാണ്. സിംഗിൾ പേഴ്സൺ, ഡബിൾ പേഴ്സൺ, 4 പേഴ്സൺ, അങ്ങനെ ഓരോ പേഴ്സണനുസരിച്ചാണ് റേറ്റ് കൊടുത്തിരിക്കുന്നത്. നല്ല വ്യൂ ആണ് എന്തായാലും കുണ്ടള ഡാം കാണാനായിട്ട്. നമുക്ക് അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് ഫോട്ടോ എടുത്ത് തരും, അപ്പം തന്നെ ഫോണിലൊക്കെ ആക്കി തരുന്നതിന് 20 രൂപ ഉള്ളൂ. അതിൻ്റെ പ്രിൻ്റ് എടുക്കുന്നതിന് 50 രൂപയാണ്. എന്തായാലും നല്ല വ്യൂ ആണ് കുണ്ടള ഡാം കാണാനായിട്ട്. നമുക്ക് അവിടെയൊക്കെ നടന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല പൈൻ ട്രീകളെല്ലാം അതിനിടയിൽ കൂടി ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട്. താല്പര്യമുള്ളവർക്ക് ബോട്ടിങ്ങിന് പോകാം, അല്ലാത്തവർക്ക് അവിടെ നടക്കാം. കുതിര സഫാരി ഉണ്ട്. പിന്നെ അവിടെ ചെറിയ ചെറിയ ഫുഡുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെറിയതായിട്ടേ ഉള്ളൂ, കാര്യമായിട്ടുള്ള ഫുഡുകളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെ എല്ലാം നടന്ന്, ഞങ്ങൾ ബോട്ടിങ്ങിന് കയറിയില്ല, കാരണം ഞങ്ങൾ കുട്ടികളൊക്കെ ഉള്ള കാരണം ഞങ്ങൾ ബോട്ടിങ്ങിലേക്ക് കയറിയില്ല. ഞങ്ങൾ അവിടെ എല്ലാം നടന്ന് ഫോട്ടോ എല്ലാം എടുത്ത് കാഴ്ചകളെല്ലാം കണ്ട്. പിന്നെ അവിടെ നമ്മൾ നേരെ തിരിച്ച് വന്നത് കണ്ണൻദേവൻ ഫാക്ടറി. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പോയിന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെല്ലായിടത്തും നിർത്തിയില്ല, കാരണം കുട്ടികളൊക്കെ ഉള്ള കാരണം നമ്മളെല്ലാ സ്ഥലത്തും നിർത്തിയില്ല. കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ കയറിയുള്ളൂ. പിന്നെ നേരെ വന്നത് കണ്ണൻദേവൻ്റെ അടുത്തേക്കാണ്. കണ്ണൻദേവൻ ഫാക്ടറിയിൽ കയറി അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഇറങ്ങി. കണ്ണൻദേവൻ ഫാക്ടറിക്ക് ഇറങ്ങിന് 100 രൂപ ഒരാൾക്ക് വരുന്നത്, കുട്ടികൾക്ക് 40 രൂപയും. അപ്പോൾ നമ്മളവിടെ ജസ്റ്റ് കയറി കണ്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മൾ വന്ന വഴി മൂന്നാർ കാഴ്ചകളെല്ലാം കണ്ട് തേയിലത്തോട്ടങ്ങളിലൊക്കെ നിർത്തി അവിടെ 1-2 ഫോട്ടോകളൊക്കെ എടുത്ത് അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് നമ്മൾ പോരാണ്. നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് നിർത്തി, കാരണം നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് സ്ഥലത്ത് സമയം കുറേ വേസ്റ്റ് ആയി. അതുകൊണ്ട് നമ്മൾ എല്ലാ സ്ഥലത്തൊന്നും നിർത്തിയില്ല. തിരിച്ചു വരുന്ന വഴി നമ്മൾ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ട്. അവിടെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് കുളിക്കാം. ഞങ്ങളവിടെ നിന്ന് കാഴ്ചകളെല്ലാം കണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ച് എറണാകുളത്തേക്ക് പോകുന്നു.